വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ജലദോഷം, വിളർച്ച, ക്ഷീണം എന്നിവ മാറ്റി ശരീരത്തിന് പെട്ടെന്ന് രോഗപ്രതിരോധ ശേഷിയും ബലവും നൽകാൻ പറ്റിയ ഒരു പരമ്പരാഗത ഔഷധക്കൂട്ടാണ് ഉള്ളി ഈത്തപ്പഴം ലേഹ്യം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഈ ലേഹ്യം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാവുന്ന കണ്ടു നോക്കാം. ഈ ലേഹ്യം ഉണ്ടാക്കാൻ മെയിനായിട്ടും വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ 250 ഗ്രാം ചെറിയ ഉള്ളി അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയ ശേഷം കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടത് ഈത്തപ്പഴമാണ്. നല്ല ഈത്തപ്പഴം തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഒരു 200 ഗ്രാം എടുക്കുക. കുരു മാറ്റിയ ശേഷമുള്ള ഈത്തപ്പഴത്തിൻ്റെ അളവാണ് 200 ഗ്രാം. ഈ ഈത്തപ്പഴം നമുക്ക് അരച്ചാണ് എടുക്കേണ്ടത്. ഇത് കുതിരാൻ ആവശ്യമായ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായി വെക്കണം. 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിനി അടച്ചു കൊടുത്ത് മാറ്റി വെക്കുക. ഇനിയും വേണ്ടത് കരിപ്പട്ടിയാണ്. കരിപ്പട്ടി തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് പൊടി പൊടിയായിട്ടൊന്ന് ചീകിയെടുക്കണം. 250 ഗ്രാം അളവിലാണ് കരിപ്പട്ടി എടുക്കേണ്ടത്. ഇനി അടികട്ടിയുള്ളൊരു പാത്രം ചൂടായ ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത നെയ്യാണ്. നെയ്യൊന്ന് മെൽറ്റായി വരുന്ന ഈ സമയം ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഉള്ളി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോൾഡൻ കളറായി വരുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി മാറ്റി വെക്കുക. ഇത് നമുക്ക് അരച്ചാണ് എടുക്കേണ്ടത്. ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിൽ ചെറുതായി ഒന്ന് അരച്ചെടുത്താൽ മതി. നമ്മൾ ഉള്ളി വഴറ്റിയെടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ ഇത് വീണ്ടും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുതിർക്കാനായി മാറ്റി വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ആ പാലോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. നമ്മൾ അരച്ചെടുത്ത ഉള്ളിയിലേക്ക് ഈ ഈത്തപ്പഴം അരച്ചതും ചേർത്ത് കൊടുത്ത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലെ വെള്ളമയമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കണം. കൂടുതലും മഴക്കാലത്താണല്ലോ കുട്ടികൾക്ക് ജലദോഷവും പനിയും കഫക്കെട്ടുമൊക്കെ ഉണ്ടാവുന്നത്. മക്കൾക്ക് ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കാതെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇതിലെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിപ്പട്ടി കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ കൂട്ട് പാനിൻ്റെ വശങ്ങളിൽ നിന്ന് വിട്ടുവരുന്ന പരുവമാവുമ്പോൾ ബാക്കിയുള്ള നെയ്യും പൊടികളും ചേർത്ത് കൊടുക്കുക. ലേഹ്യം കുറുകി ഇറക്കി വെക്കുന്നതിന് തൊട്ട് മുമ്പായി വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ അയമോദകം ഇത്രയും ചേർത്ത് കൊടുക്കുക. ജാതിക്ക ഉണ്ടെങ്കിൽ ഒരു ഞുള്ള ജാതിക്കാപ്പൊടി കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ബാക്കിയിരിക്കുന്ന 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി വളരെ സാവധാനത്തിൽ ഇളക്കിയെടുക്കുക. അയമോദകം പച്ചയ്ക്ക് പൊടിക്കാതെ ഒരു പാനിലിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയ ശേഷം വേണം പൊടിച്ചെടുക്കാൻ. കഫം ലയിപ്പിച്ച് കളയാൻ അയമോദകത്തിന് പ്രത്യേക കഴിവുണ്ട്. കുട്ടികളിലും മുതിർന്നവരിലും വിശപ്പും ദഹനവും കൂട്ടാൻ ഇത് വളരെ നല്ലതാണ്. ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകാനും ക്ഷീണം അകറ്റി ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഇത് വളരെ മികച്ചതാണ്. ചുമയ്ക്കും ജലദോഷത്തിനും ഉത്തമ ഔഷധമാണിത്. ഇതിലെ ചേരുവകൾ ദഹനം എളുപ്പമാക്കാനും വയറിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. തേനാണ്. 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ തേൻ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ചൂട് മാറിയ ശേഷം മാത്രമേ തേൻ ചേർത്ത് കൊടുക്കാവൂ. കുട്ടികൾ പോലും ഇത് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചോളും. അത്രയ്ക്ക് ടേസ്റ്റാണ്. പരമ്പരാഗതമായി ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഉപയോഗിച്ചു പോരുന്ന വളരെ ഗുണപ്രദമായ ഒരു ഔഷധക്കൂട്ടാണിത്. പ്രത്യേകിച്ച് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചുമ, ജലദോഷം, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, വിളർച്ച, ക്ഷീണം എന്നിവ മാറുന്നതിനും ഇത് ഏറെ നല്ലതാണ്. ഇത് ചുമ, കഫക്കെട്ട്, ആസ്മയുടെ ബുദ്ധിമുട്ടുകൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈത്തപ്പഴത്തിലും കരിപ്പട്ടിയിലും ഇരുമ്പിൻ്റെ അംശം കൂടുതലായിട്ടുള്ളതിനാൽ വിളർച്ചയെ തടയുന്നു. പ്രമേഹമുള്ളവർ ഈത്തപ്പഴവും കരിപ്പട്ടിയും തേനുമൊക്കെ ഇതിൽ ചേർത്തിട്ടുള്ളതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഇത് മുതിർന്നവർക്ക് ദിവസവും രാവിലെയും വൈകുന്നേരവും ആഹാരത്തിന് ശേഷം 1 സ്പൂൺ വീതം കഴിക്കാം. കുട്ടികൾക്ക് 1/2 സ്പൂൺ വീതം കഴിക്കാൻ കൊടുക്കുക. തണുത്ത ശേഷം ഈർപ്പമില്ലാത്ത ഒരു ഗ്ലാസ് ജാറിലാക്കി വെച്ചാൽ 1 മാസത്തോളം കേടാകാതിരിക്കും. ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കാനും തളർച്ച മാറ്റാനും ഇത് വളരെ നല്ലതാണ്. ഉള്ളിയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ഔഷധ ഗുണങ്ങളും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ ചേരുവകൾ കൃത്യമായി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ലേഹ്യം നിങ്ങളുമൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.